once again welcome back to our channel c&svlog. ഇന്നത്തെ ക്രാഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ ആമസോണിലൊരു ഫോട്ടോ ഫ്രെയിം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥയാണ് കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഫോട്ടോ ഫ്രെയിമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. ആദ്യം കിട്ടിയത് അതിനുണ്ടായിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ഇങ്ങനെ പൊട്ടിച്ചെതറി കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഡിഫക്റ്റ് പറഞ്ഞിട്ട് റിട്ടേൺ കൊടുത്തു. അങ്ങനെ റിട്ടേൺ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ആ ഒരു സംഭവം ആയിരുന്നില്ല രണ്ടാമത് കിട്ടിയത്. പിന്നെ ഞാൻ റിട്ടേൺ കൊടുത്തില്ല. പിന്നെ അത് തന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ എന്താ അതിൻ്റെ ഗ്ലാസ് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഗ്ലാസ് ഉണ്ടായിരുന്നു, ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്തതായിരുന്നു. അത് നമുക്ക് മാറ്റിയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോഴേക്കും സൈഡിലുള്ള ഭാഗങ്ങൾ ഇതുപോലെ ഒടിഞ്ഞു പോയി. ഇതിപ്പോൾ ഞാൻ റിട്ടേൺ കൊടുത്ത് തിരിച്ചു വന്ന ഒരു സംഭവത്തിനാണ് ഇങ്ങനത്തെ ഒരു ഡിഫക്റ്റ് വന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കൊടുത്തില്ല. പക്ഷേ ഇതിനു മുമ്പ് ഒരു മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയതും വർക്കിംഗ് അല്ലാത്തൊരു മൈക്കായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് എനിക്കിപ്പോൾ ആമസോണിൽ നിന്ന് പണി കിട്ടുന്നത്. പിന്നെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ വീണ്ടും ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും അത് പോട്ടെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സംഭവം വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ തന്നെ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പിക്സാർട്ടിൽ എഡിറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് ഞാൻ സ്പ്ലാഷ് എഫക്റ്റിൽ തന്നെ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഡാഡി ചോദിച്ചായിരുന്നു ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേ, മുഖമൊക്കെ എന്തിങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു എഫക്റ്റ് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഈ എഫക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എഫക്റ്റ് കൊടുത്തിട്ട് അത് പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. പക്ഷേ കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അങ്ങനെ നമ്മളിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കർ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പീസാണ് കേട്ടോ ഇത്. അതുമേലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഗ്ലാസ് ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സ്റ്റിക്കർ പ്രിൻ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫ്രെയിം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ആ ഒരു ഷീറ്റിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ആ ഒരു ഗ്ലാസ് വേണ്ടെന്ന് വെച്ചിട്ടോ. അതുകൊണ്ട് നമുക്ക് വേറൊരു ക്രാഫ്റ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫ്രെയിം നമ്മൾ ഓർഡർ ചെയ്തതല്ല കിട്ടിയത്. പിന്നെ അതിന് ഡിഫക്റ്റ് ഉണ്ടായിരുന്നു, ഒടിഞ്ഞു പോയല്ലോ. എന്നാലും എനിക്കത് യൂസ്ഫുള്ളായിട്ടോ ഒരു 3 ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷീറ്റിലേക്കായിട്ട് നമ്മൾ ഫോട്ടോ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഒരു ട്രാൻസ്പെറൻറ്റ് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ സൈഡിലുണ്ടായിരുന്ന കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടോ. പിന്നെ ആ ഗ്ലാസ് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസ് നമുക്ക് വേണം കേട്ടോ. ഇവിടെ ഗ്ലാസ്സിന് പകരമായിട്ട് നമ്മുടെ OHP ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇതിങ്ങനെ വെച്ചിട്ട് ആ സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഇതുപോലെ ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റിക്കർ കുറച്ച് ഭാഗം മാത്രം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്കെയിലോ മറ്റോ വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ബബിൾസ് ഒന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത്. ഞാനിപ്പോൾ എൻ്റെ തന്നെ ഫോട്ടോ ആണല്ലോ. പിന്നെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ OHP ഷീറ്റിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നേരിട്ട് സ്റ്റിക്കർ പ്രിൻ്റൊക്കെ എടുക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റിയല്ലോ, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തോ പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ കാണാനായിട്ട് ഒരു വൃത്തിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വൈറ്റ് പേപ്പറിലായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന്. ഇതുപോലെ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈസിൽ നമ്മൾ വൈറ്റ് പേപ്പറിൽ നിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഫോട്ടോയും ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്ത രീതിയിൽ ചെയ്യാം. പിന്നെ ഇതുപോലെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നേരെ നമുക്ക് ഫോട്ടോ ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തത് അത്ര ഭംഗി തോന്നാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഈ ഒരു കാർഡ്ബോർഡ് പീസിലേക്കായിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് ഈ ഒരു രീതിയിൽ കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഒരു നോർമൽ ഗ്ലാസ് ഫോട്ടോ ഫ്രെയിം ആയിരുന്നു ചെയ്യാനായിട്ട് ഇരുന്നത്. അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇതുപോലെ ഫ്രെയിമൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നേരത്തെ ചെയ്തതുപോലെ ബാക്കിയുള്ള സ്റ്റെപ്പ് ചെയ്തെടുക്കാം. പിന്നെ ആ ഫ്രെയിമിൻ്റെ സൈഡിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ 2 സൈഡിലുള്ള ഭാഗം ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്കൊരു കാർഡ്ബോർഡ് പീസ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതുമേലായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അടിച്ചെടുത്താൽ ഈ ഒരു രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇപ്പോൾ ഒടിഞ്ഞു പോയ ഭാഗത്തായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ന്യൂസ് പേപ്പർ ട്യൂബ്സാണ് വേണ്ടത്. അതുമേലായിട്ട് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അറ്റത്തു നിന്നായിട്ട് ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രെയിം സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൂപ്പർ ഗ്ലൂ വെച്ചാണ് ഒട്ടിച്ചെടുക്കണേ. കാരണം അത് എത്രത്തോളം ഇങ്ങനെ ഒട്ടി നിൽക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സൂപ്പർ ഗ്ലൂ ആണ് എടുക്കുന്നത്. ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അത് നന്നായിട്ട് തന്നെ ഒട്ടി നിൽക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെവി ബോണ്ട് എടുക്കാം. പിന്നെ ഫെവിക്കോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
പിന്നെ 2 സൈഡിലും നന്നായിട്ട് പശയാക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള 2 സൈഡിലായിട്ട് ഇതുപോലെ പേപ്പർ ട്യൂബ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഫ്രെയിമിൻ്റെ 4 സൈഡും സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഹാഫ് ബീഡ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രെയിമിൻ്റെ 2 സൈഡിലായിട്ട് നമ്മളതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതൊന്നും ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കയ്യിൽ ഹാഫ് ബീഡ്സൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുക. എന്നിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴും കാണാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ബീഡ്സ് കൂടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോ ഫ്രെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു പണി കിട്ടിയെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇതുപോലൊരു ഫ്രെയിം കിട്ടി. പിന്നെ വേറെ 2 ക്രാഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ OHP ഷീറ്റിൽ നിന്നായിട്ട് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതുകൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പ്രിൻ്റ് എടുത്തേക്കുന്ന ഫോട്ടോ ആയതുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് ചീത്തയാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് എത്രയേ ഉള്ളൂ. പിന്നെ അതിന് പുറകിലായിട്ട് ഓൾറെഡി ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും എക്സ്ട്രാ വെച്ച് കൊടുക്കേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.